ഹായ് ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മുടെ 10ാമത്തെ നോയമ്പാണ്. രാവിലെ തന്നെ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ കഴിച്ചത് ഒരു കട്ട്ലേറ്റ് ആണ്. പിന്നെ നമ്മുടെ സ്ഥിരം സ്മൂത്തിയും കുടിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വാങ്കുളിച്ചപ്പോൾ നേരെ പള്ളിയിലോട്ട് പോയി. വീട്ടിൽ വന്നിട്ട് ഞാൻ മാറി കിടന്നുറങ്ങി. രാവിലെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് നല്ല മഴ. പിന്നെ കുറച്ചു നേരം മഴയൊക്കെ നോക്കി അവിടെ നിന്നു. ഇപ്പൊ ഞാൻ സയനെ ഒന്ന് ഉമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ്. ഇനി സയൻ ഞായറാഴ്ച വരത്തുള്ളൂ. അതുവരെ ഞാനിവിടെ ഒറ്റക്കാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ സയൻ ലാപ്ടോപ്പ് പുറത്തെടുത്തു. പിന്നെ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ വന്നപ്പോഴാണ് കൂട്ടുകാരിമാര് വന്നത്. പിന്നെ അവന്മാരുമായിട്ട് നേരെ ലുഹറിസ്കരിക്കാൻ പള്ളിയിലോട്ട്. വീട്ടിൽ വന്നിട്ട് കിടന്നൊന്ന് എണ്ണീറ്റപ്പോഴത്തേക്കും സമയം 4 മണിയായി. പിന്നെ നേരെ അസറിസ്കരിക്കാൻ പള്ളിയിലോട്ട്. ഇന്ന് നമ്മുടെ 10ാമത്തെ നോയമ്പാണ്. ഇന്നത്തെ നോയമ്പ് കൂടെ കഴിയുമ്പോൾ നമ്മുടെ ആദ്യത്തെ 10 അവസാനിക്കും. അത് കഴിഞ്ഞാൽ ഒരു 20 അല്ലെങ്കിൽ 19 നോയമ്പ് കൂടെ ഇനി ബാക്കി കാണത്തുള്ളൂ. എന്ത് പെട്ടെന്നാണ് ഈ നോയമ്പെല്ലാം പോകുന്നത്. നമ്മുടെ പൂവൻകോഴീനെ ഇപ്പൊ തുറന്നുവിടാറില്ല. ഇപ്പം കൂട്ടി തന്നെയാണ് ഇരുന്നത്. വന്നിപ്പോ എല്ലാരെയും കൊത്താൻ തുടങ്ങി. ആകെ കൊത്താത്തത് എന്നെ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ എന്നെയും കൊത്തി തുടങ്ങി. അത് കാരണം പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. അടി പിടി വെട്ട് കുത്ത് എന്നിവയ്ക്ക് ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും വൈരാഗ്യം വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ ഗുണ്ടബിനുവിനെ കോൺടാക്ട് ചെയ്താൽ മതി. റേറ്റ് എല്ലാം ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അങ്ങനെ നോയമ്പുറക്ക സമയപ്പോൾ ഞാൻ ഇപ്പൊ പള്ളിയിലോട്ട് പോവാണ്. പള്ളിയിൽ ഇതൊക്കെയായിരുന്നു നോയമ്പുറക്കം ഉണ്ടായിരുന്നത്. പള്ളിയിലൊക്കെ പോയി തിരിച്ച് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ ഇതൊക്കെയായിരുന്നു കഴിക്കാനുണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ചാൽ നമ്മുടെ 10ാമത്തെ നോയമ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ശരി, എന്നാ ലൈക്ക് ചെയ്തിട്ട് പോയിക്കോ.